ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു ഞായറാഴ്ചയുടെ ആലസ്യമൊന്നുമില്ലാതെ വലിയ സംഭവബഹുലമായ ഒരു വാർത്താ ദിനമായിരുന്നു ഇന്നലത്തെ ഞായറാഴ്ച എന്നുള്ളത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയ ഒരു ദിനം. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നമുക്ക് മലയാളത്തിലിറങ്ങുന്ന പ്രധാന പത്രങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. മുൻ പേജിലും ഉൾപേജുകളിലുമായി വളരെ വിശദമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഇതോടനുബന്ധിച്ച് അരങ്ങേറിയ നാടകീയ സംഭവവികാസങ്ങളുമെല്ലാം വിശദമായി തന്നെ മലയാള പത്രങ്ങൾ നൽകുകയാണത്. ഏറിയും കുറഞ്ഞും പ്രാധാന്യം നൽകിക്കൊണ്ട് മലയാള പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ ദിവസം നമുക്ക് കാണാൻ കഴിയുന്നത്. മലയാള മനോരമ എടുത്ത് പരിശോധിക്കുമ്പോൾ മലയാള മനോരമ മുൻ പേജിൽ അതിൻ്റെ വലിയൊരു ശതമാനവും എടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് 1, 2, 3 അല്ലെങ്കിൽ 1, 2, 3 വിലങ്ങ് വീണു എന്നുള്ള തലക്കെട്ടിലാണ് മലയാള മനോരമ രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായി ജയിലിലടക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കസ്റ്റഡിയിലെടുത്തത് അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിൽ അടച്ചു എന്ന് തുടങ്ങി ഇന്നലെ നടന്ന സംഭവങ്ങൾ വിശദമായി തന്നെ മലയാള മനോരമ മുൻപേജിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഞായറാഴ്ച രാത്രി 12:30 പാലക്കാട് ഹോട്ടലിൽ നിന്നും രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് മുതൽ ഇന്നലെ ഉച്ചയ്ക്ക് 1:28 മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് രാഹുലിനെ എത്തിക്കുന്നത് വരെയുള്ള അതിൻ്റെ ഒരു ടൈം ലൈനും മലയാള മനോരമ മുൻ പേജിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ടാണ് 1, 2, 3 വിലങ്ങ് വീണു എന്നിങ്ങനെ. അതിൽ 3 കേസുകളാണ് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്നിരിക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ട് 1ാം പേജിൽ വാർത്ത നൽകുകയാണ് മലയാള മനോരമ എന്നുള്ളത്. മലയാള മനോരമയുടെ ഉൾപേജിലേക്ക് പോകുമ്പോഴും പ്രത്യേകിച്ചും 7ാം പേജിലേക്ക് എത്തുമ്പോഴും ആ പേജ് പൂർണ്ണമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമാണ് നൽകിയിരിക്കുന്നത്, മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാഹുലിൻ്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അയോഗ്യത നീക്കവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അത് ഇങ്ങനെ നൽകുന്നു മലയാള മനോരമ 7ാം പേജിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയാൽ ചരിത്രം എന്ന ഉപതലക്കെട്ടും തീരുമാനിക്കുക MV ഗോവിന്ദനും TP രാമകൃഷ്ണനും അടക്കമുള്ളവർ എന്ന തലക്കെട്ടും നൽകിക്കൊണ്ട് മലയാള മനോരമ 7ാം പേജിൽ അയോഗ്യതാ നീക്കത്തിൻ്റെ വാർത്ത നൽകുകയാണ്. എന്തുകൊണ്ടാണ് MV ഗോവിന്ദനും TP രാമകൃഷ്ണനും അടക്കമുള്ളവർ ഇത് തീരുമാനിക്കുക എന്ന് വിശദീകരിക്കുകയാണ് ഈ വാർത്തയിൽ. കാരണം എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയിൽ ആരെല്ലാമാണ് അംഗങ്ങളായിട്ടുള്ളത് എന്നാണ് ഈ വാർത്തയിൽ മലയാള മനോരമ വിശദീകരിക്കുന്നത്. CPIM പ്രതിനിധി മുരളി പെരുന്നെല്ലി അധ്യക്ഷനായ കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ, TP രാമകൃഷ്ണൻ, KK ശൈലജ, H സലാം എന്നിവരാണ് CPIM അംഗങ്ങൾ. CPIയിൽ നിന്ന് P ബാലചന്ദ്രനും JDS അംഗമായി മാത്യു T തോമസും UDFന് 2 അംഗങ്ങളാണ് ഉള്ളത്. അത് റോജി M ജോണും ഒപ്പം U ലത്തീഫും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധികൾ എന്നാണ്. ഈ കമ്മിറ്റി രാഹുലിനെ നീക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും തീരുമാനം നിയമസഭ അംഗീകരിക്കുകയും ചെയ്താൽ സംസ്ഥാന നിയമസഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദ്യ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അതിനെ ആ രൂപത്തിൽ തന്നെ മലയാള മനോരമ 7ാം പേജിൽ നൽകുകയാണ്. മറ്റൊന്ന് ഇന്നലെ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഒരു പ്രതികരണമാണ്. രാഹുലിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ 1ാം കേസിലെ പരാതിക്കാരി അവരുടെ ഒരു പ്രതികരണം, വൈകാരികമായ ഒരു കുറിപ്പ് പുറത്തു വന്നിരുന്നു. അത് മലയാള മനോരമ 7ാം പേജിൽ നൽകുന്നുണ്ട്. മാലാഖ കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ എന്ന തലക്കെട്ടിലാണ് മനോരമ ഇത് നൽകുന്നത്. ദൈവമേ നന്ദി, ഞങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ചതികൾക്കുമിടയിലും ഞങ്ങളെ തന്നെ വിശ്വസിക്കാനുള്ള ധൈര്യം തന്നതിന് നന്ദി. ഇരുട്ടിൽ നടന്നതെല്ലാം നീ കണ്ടിരുന്നു, പുറം ലോകം കേൾക്കാതെ പോയ ആ നിലവിളി നീ കേട്ടിരുന്നു. ഞങ്ങളുടെ ശരീരങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോഴും കുഞ്ഞുങ്ങളെ ബലമായി ഞങ്ങളിൽ നിന്ന് അകറ്റിയപ്പോഴും നീ ചേർത്ത് പിടിച്ചു. ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലിരുന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നാണ് ആ വൈകാരികമായ കുറിപ്പ്. അത് പ്രാധാന്യത്തോടുകൂടി മലയാള മനോരമ 7ാം പേജിൽ നൽകുകയാണ്. ഇനി മാതൃഭൂമി എടുത്ത് പരിശോധിക്കുമ്പോൾ മാതൃഭൂമിയും മുൻ പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വാർത്ത നൽകുന്നുണ്ട്. പിടിച്ചകത്താക്കി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. മാവേലിക്കര സബ് ജയിലിലേക്ക് രാഹുലിനെ അയച്ചതും 14 ദിവസത്തേക്ക്
റിമാൻഡ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ മാതൃഭൂമി നൽകുന്നുണ്ട്. അറസ്റ്റിലേക്ക് നയിച്ചത് അതിരഹസ്യമായ പോലീസ് നീക്കം എന്നതടക്കമുള്ള മറ്റു വിശദാംശങ്ങളും മുൻ പേജിൽ നൽകി പോകുന്നുണ്ട്. മുൻ പേജിൽ തന്നെ മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന ഒന്നാം കേസിലെ പരാതിക്കാരിയുടെ വൈകാരികമായ പ്രതികരണവും ആ കുറിപ്പും മാതൃഭൂമി മുൻ പേജിൽ നൽകിയിരിക്കുകയാണ്. മാതൃഭൂമിയിൽ മറ്റ് കുറേ അധികം വാർത്തകൾ കൂടി മുൻ പേജിൽ അവർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തന്ത്രി വീണ്ടും ജയിലിൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മാതൃഭൂമി നൽകുകയാണ്. ശാരീരിക അവശതകളെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഐസിയുവിലായിരുന്ന തന്ത്രിയെ ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി ഇന്ന് മുൻ പേജിൽ പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നത് BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നലെ കേരളത്തിൽ എത്തുകയും BJP ജനപ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ വാർത്ത പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ നൽകുന്നു. വിശ്വാസം രക്ഷിക്കാനാകില്ല അമിത് ഷാ എന്ന തലക്കെട്ടിൽ അമിത് ഷായുടെ സ്റ്റേറ്റ്മെൻറ്റിന്, അമിത് ഷായുടെ പ്രസംഗത്തിലെ വാചകങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വാർത്ത നൽകുന്നത്. അതിന് ശബരിമല സ്വത്ത് സംരക്ഷിക്കാത്തവർക്ക് വിശ്വാസം രക്ഷിക്കാനാകില്ല എന്ന തലക്കെട്ടിലാണ് വാർത്ത നൽകുന്നത്. ശബരിമലയുടെ സ്വത്ത് സംരക്ഷിക്കാനാകാത്തവർക്ക് വിശ്വാസം സംരക്ഷിക്കാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ശബരിമലയിലെ കവർച്ചയെപ്പറ്റി നിഷ്പക്ഷ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന് അമിത് ഷാ ചോദിക്കുകയാണ്. ശബരിമല പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ പോകുന്നു. സജീവമായി തന്നെ അന്തരീക്ഷത്തിൽ അത് ഉണ്ടാകും എന്നുള്ള സൂചന കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ സൂചന നൽകുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്നുള്ളത്. മറ്റൊന്ന് ഒരു രാജ്യാന്തര വാർത്തയാണ്, അന്താരാഷ്ട്ര വാർത്തയാണ്. അത് ഇറാനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത മാതൃഭൂമി മുൻപേജിൽ നൽകുന്നുണ്ട്. US-നും ഇസ്രയേലിനും ഇറാൻ്റെ മുന്നറിയിപ്പ് എന്നുള്ളതാണ്. നമുക്കറിയാം 2 ആഴ്ച പിന്നിടുകയാണ് ഇറാനിലെ സംഘർഷം, ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിട്ട്. അതിൻ്റെ വാർത്ത മറ്റൊരു ആംഗിളിൽ, അതായത് US-നും ഇസ്രയേലിനും ഇറാൻ്റെ മുന്നറിയിപ്പ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട അറസ്റ്റിൻ്റെ വാർത്തകൾ നൽകുന്നുണ്ട്. അധാർമിക രീതി കുറ്റകരം, നിയമസഭയ്ക്ക് അയോഗ്യനാക്കാമെന്നുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി 7-ാം പേജിൽ മാതൃഭൂമി നൽകുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത ലൈംഗിക അതിക്രമം എന്നതിനപ്പുറം, ലൈംഗിക ചൂഷണം എന്നതിനപ്പുറം വലിയ സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഈ കേസിനുണ്ട്. അതിൻ്റെ വാർത്തകളും ഈ മാതൃഭൂമി 7-ാം പേജിൽ നൽകുന്നുണ്ട്. 3 കിടപ്പ് മുറിയുള്ള ഫ്ലാറ്റ് ആവശ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. മാതൃഭൂമി പേജിൽ നൽകുന്നു. മാധ്യമത്തിൻ്റെ 1-ാം പേജിൽ US-ൻ്റെ ഭീഷണി, പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ എന്ന് തുടങ്ങി ഇറാനിലെ ജനകീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ രാജ്യാന്തര മാനത്തിൽ തന്നെ വാർത്ത നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ചന്ദ്രിക എടുത്ത് പരിശോധിക്കുമ്പോൾ ചന്ദ്രികയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത ഇന്ന് 1-ാം പേജിൽ തന്നെ ഇടം പിടിക്കുന്നുണ്ട്. പക്ഷേ അതൊരു 4 വരിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വെറും 4 വാചകത്തിൽ മാത്രം നൽകിയിരിക്കുന്നു ചന്ദ്രിക. ഇതോടൊപ്പം തന്നെ സർക്കാർ വിരുദ്ധമായ വാർത്തകൾക്ക് പതിവ് പോലെ ചന്ദ്രികയിൽ ഇന്ന് സ്പേസ് അവർ നൽകിയിട്ടുണ്ട്. ഭരണ നേട്ടങ്ങൾ പറയും, ലക്ഷങ്ങൾ സമ്മാനം, ക്വിസിൻ്റെ പേരിൽ സർക്കാരിൻ്റെ PR ദൂർത്ത് എന്ന പേരിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ക്വിസുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്ത ചന്ദ്രിക മുൻപേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുകയാണ്. ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ അധികാര ദുർവിനിയോഗത്തിനും വലിയ ദൂർത്തിനും കളമൊരുക്കി സർക്കാർ. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ പല വിധത്തിലുള്ള അഴിമതിയും ദൂർത്തും നടത്തിയിട്ടുണ്ടെങ്കിലും ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് എന്ന പേരിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഇന്നു മുതൽ നടത്തുന്ന മത്സരമാണ് വിചിത്രം എന്ന പേരിലാണ് ആ വാർത്തയെ ചന്ദ്രിക സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണത്തിലേക്ക് എത്തുമ്പോൾ വീക്ഷണം പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിന് രാഷ്ട്രീയ മാനത്തോടുകൂടി വീക്ഷണം കൈകാര്യം ചെയ്തിരിക്കുന്നു. തന്ത്രി ഇറങ്ങരുത്, SIT തന്ത്രം എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. തന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മുൻകൈയെടുത്ത് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ ശുപാർശകൾക്ക് അംഗീകാരം നൽകുക മാത്രമാണ് ചെയ്തത്. ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണവും അയ്യപ്പസ്വാമിയുടെ യോഗദണ്ഡ അടക്കമുള്ള അമൂല്യ വസ്തുവകകളും അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോകുന്നതിന് സർക്കാർ തലത്തിൽ തന്നെ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത് എന്നിങ്ങനെ രാഷ്ട്രീയ മാനം നൽകിക്കൊണ്ട് ഈ വാർത്തയെ സമീപിക്കുക
നയിക്കുകയാണ് വീക്ഷണം, കോൺഗ്രസിൻ്റെ മുഖപത്രം. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ എന്ന തലക്കെട്ടിൽ വീക്ഷണം മുൻ പേജിൽ തന്നെ സാമാന്യം സ്പേസ് നൽകിക്കൊണ്ട് ഈ വാർത്ത നൽകുന്നുണ്ട്. ചന്ദ്രികയെ അപേക്ഷിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് വാർത്തയെ, റിമാൻഡിലായ വാർത്തയെ വീക്ഷണം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രാഹുൽ അറസ്റ്റിലായതിൽ വീക്ഷണത്തെക്കാൾ സങ്കടം ചന്ദ്രികയ്ക്കാണ് എന്നാണ് ഒന്നാം പേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശാഭിമാനിയിലേക്ക് എത്തുമ്പോൾ കൊടും ക്രിമിനലിനെ ജയിലിൽ അടച്ചു എന്ന തലക്കെട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത വിശദമായി തന്നെ നൽകുന്നു. പോലീസിൻ്റെ നീക്കം അതീവ രഹസ്യമായി, പ്രതി സ്ഥിരം കുറ്റവാളി, ജാമ്യം നൽകിയാൽ അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയെന്ന് റിമാൻഡ് റിപ്പോർട്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ഇന്ന് മുൻപേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ മുൻപേജിലേക്ക് വരുമ്പോൾ ഇടതു മുന്നണി ഇന്ന് മുതൽ നടത്താൻ പോകുന്ന കേന്ദ്ര വിരുദ്ധ സമരത്തിൻ്റെ വാർത്തയെ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ഇന്ന് എന്നുള്ള തലക്കെട്ട് നൽകിക്കൊണ്ടാണ് കേരളത്തോട് കേന്ദ്ര ഉപരോധമെന്ന തലക്കെട്ടും നൽകുകയാണ്. സിറാജിൻ്റെ മുൻപേജിലേക്ക് എത്തുമ്പോൾ സിറാജും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു. കേരളത്തിൽ ഇറങ്ങുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോഴും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തന്നെയാണ്. ഹിന്ദു നോക്കുമ്പോൾ മാങ്കൂട്ടത്തിൽ അറസ്റ്റഡ് ഓവർ ഫ്രഷ് ചാർജ് ഓഫ് റേപ്പ് ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മുൻപേജിൽ വാർത്ത നൽകുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസും സമാനമാം വിധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്.